ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പീക്ക് ടൈം ലേണേഴ്സ്. ഈ വീഡിയോയിൽ ER ടു റിലേഷണൽ ടേബിൾ എങ്ങനെ ഒരു ഡയഗ്രാം കൊടുത്താൽ അതിനെ റിലേഷണൽ ടേബിളിലോട്ട് കൺവേർട്ട് ചെയ്യണം ആൻഡ് ഓൾസോ എക്സ്റ്റെൻഡഡ് ഫീച്ചേഴ്സാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഇതായിരിക്കും ഫസ്റ്റ് മോഡ്യൂളിലുള്ള ലാസ്റ്റ് ടോപ്പിക്. അപ്പോൾ നമ്മളൊരു ഡയഗ്രത്തിനെ ടേബിളിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ അതിൽ കുറച്ച് റൂൾസൊക്കെ ഫോളോ ചെയ്യേണ്ടി വരും. ലൈക്ക് ഫോർ എക്സാമ്പിൾ ആട്രിബ്യൂട്ട്സ് ബേസ് ചെയ്തിട്ട്, പിന്നെ റിലേഷൻഷിപ്പ് അത് ബേസ് ചെയ്തിട്ട്, കാർഡിനാലിറ്റീസ്, ദെൻ കൺസ്ട്രെയിൻസ്, ഇതൊക്കെ ബേസ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് റൂൾസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കാം. ഇതിൽ വരുന്ന ഫസ്റ്റ് റൂളാണ് ഫോർ സ്ട്രോങ് എൻറ്റിറ്റി സെറ്റ് വിത്ത് ഓൺലി സിമ്പിൾ ആട്രിബ്യൂട്ട്സ്. ഓക്കെ, ഇത് ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത് സിമ്പിൾ ആട്രിബ്യൂട്ട്സ് മാത്രം ഉള്ള ഒരു സ്ട്രോങ് എൻറ്റിറ്റി സെറ്റാണ്. സ്ട്രോങ് എൻറ്റിറ്റി സെറ്റ് എന്ന് പറയുമ്പോൾ ഒരു എൻറ്റിറ്റി സെറ്റാണ്, അതിന് പ്രൈമറി കീ കാണും. പ്രൈമറി കീ ഉള്ളതാണ് നമ്മൾ സ്ട്രോങ് എൻറ്റിറ്റി സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രൈമറി കീ ഉള്ള ഒരു എൻറ്റിറ്റി സെറ്റ് വിത്ത് അതിൻ്റെ ആട്രിബ്യൂട്ട്സ് എല്ലാം സിമ്പിൾ ആയിരിക്കണം. മീനിങ് അതിൻ്റെ ആട്രിബ്യൂട്ട്സ് അറ്റോമിക് ആയിരിക്കണം. അതിന് നമുക്ക് ഫർദറായിട്ട് ഡിവൈഡ് ചെയ്യാൻ പാടില്ല. ഫർദറായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത ആട്രിബ്യൂട്ട്സ് ആണ് സിമ്പിൾ ആട്രിബ്യൂട്ട്സ്. അപ്പോൾ ഫോർ സ്ട്രോങ് എൻറ്റിറ്റി സെറ്റ് വിത്ത് ഓൺലി സിമ്പിൾ ആട്രിബ്യൂട്ട്സ് ഇതിനെ എങ്ങനെ മാറ്റണമെന്ന് പറയാം. ഇങ്ങനെയുള്ള ഈ കേസിൽ നമുക്ക് ഒരു ടേബിളേ ആവശ്യം വരത്തുള്ളൂ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. സ്റ്റുഡൻ്റ് ആണ് എൻറ്റിറ്റി നെയിം, പിന്നെ അതിൻ്റെ ആട്രിബ്യൂട്ട്സ് ആണ് റോൾ നമ്പർ, നെയിം ആൻഡ് സെക്സ്. ഇതിൽ റോൾ നമ്പർ ആണ് പ്രൈമറി ആട്രിബ്യൂട്ട്, ഇതിലുള്ളത് റോൾ നമ്പർ, നെയിം, സെക്സ് ആണ്. ഇത് ഒന്നിനെയും നമുക്ക് ഫർദറായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ ടേബിളായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒറ്റ ഒരു ടേബിളേ ആവശ്യം വരത്തുള്ളൂ. ടേബിളിൻ്റെ പേര് സ്റ്റുഡൻറ്റിൻ്റെ കൊടുക്കണം, പിന്നെ അതിൻ്റെ ആട്രിബ്യൂട്ട്സ് റോൾ നമ്പർ, നെയിം, സെക്സ്. ഇത് വെച്ചിട്ട് ഒരു ടേബിൾ അങ്ങ് ക്രിയേറ്റ് ചെയ്താൽ മതി. ഇതിൽ വേറെ പരിപാടിയൊന്നുമില്ല. ഇതിൽ ടേബിളായിട്ട് കൺവേർട്ട് ആക്കിയിട്ടുണ്ട്. ഒരു ടേബിളുണ്ട്, റോൾ നമ്പർ, നെയിം, സെക്സ് ഉണ്ട്, റോൾ നമ്പറാണ് ഇതിൻ്റെ പ്രൈമറി ആട്രിബ്യൂട്ട്. ഇത് ഇത്രേ ഉള്ളൂ, സിമ്പിളാണ് ഫസ്റ്റ് കേസ്. ഇനി സെക്കൻഡ് കേസാണ് ഫോർ സ്ട്രോങ് എൻറ്റിറ്റി സെറ്റ് വിത്ത് കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട്. കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് ഒരു ആട്രിബ്യൂട്ടിനെ തന്നെ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നെയിം ആണെങ്കിൽ നെയിമിൽ ഫസ്റ്റ് നെയിമും കാണും, ലാസ്റ്റ് നെയിമും കാണും. ആൻഡ് ഇപ്പോൾ അഡ്രസ്സ് ആണെങ്കിൽ അഡ്രസ്സിൽ സിറ്റി, സ്ട്രീറ്റ്, ഹൗസ് നമ്പർ, എക്സെട്ര ഇങ്ങനത്തെ ഡീറ്റെയിൽസൊക്കെ കാണും. ഈ കേസിൽ നമുക്ക് ഒരു ടേബിളിൻ്റെ ആവശ്യമാണ് വരുന്നത്. ആൻഡ് ഇതിൽ നെയിം എന്ന് പറയുന്നത് കോമ്പോസിറ്റ് ആട്രിബ്യൂട്ടാണ്. അതിൽ വരുന്ന സിമ്പിൾ ആട്രിബ്യൂട്ട്സ് ആണ് ഫസ്റ്റ് നെയിം ആൻഡ് ലാസ്റ്റ് നെയിം. അപ്പോൾ ഈ ഒരു ടേബിൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇതിനെ നമ്മൾ റിലേഷണൽ മോഡലിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ കോമ്പോസിറ്റ് ആട്രിബ്യൂട്ടിനെ എടുക്കാൻ പാടില്ല. ഇൻസ്റ്റെഡ് കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട്സിൻ്റെ സിമ്പിൾ ആട്രിബ്യൂട്ട്സ് ആണ് എടുക്കേണ്ടത്. ഇതിലൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. സ്റ്റുഡൻ്റ് ആണ് എൻറ്റിറ്റി സെറ്റിൻ്റെ പേര്, ആൻഡ് അതിൽ റോൾ നമ്പർ, നെയിം, അഡ്രസ് ഉണ്ട്. ഇതിൽ റോൾ നമ്പർ പ്രൈമറി ആട്രിബ്യൂട്ടാണ്, ആൻഡ് നെയിം ആൻഡ് അഡ്രസ് കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട്സ് ആണ്. നെയിമിന് വേറെ സിമ്പിൾ ആട്രിബ്യൂട്ട്സ് ഉണ്ട്, ഫസ്റ്റ് നെയിം ആൻഡ് ലാസ്റ്റ് നെയിം. സെയിം അഡ്രസ്സിനും സിമ്പിൾ ആട്രിബ്യൂട്ട്സ് ഉണ്ട്, സിറ്റി, സ്ട്രീറ്റ് ആൻഡ് ഹൗസ് നമ്പർ. ഇതിനെ റിലേഷനിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ടേബിളിൻ്റെ പേര് സ്റ്റുഡൻ്റ് ആയിട്ട് കൊടുക്കണം, പിന്നെ റോൾ നമ്പർ പ്രൈമറി കീ ആണ്, അത് കൊടുക്കാം. അടുത്തുള്ളത് നെയിം ആണ്. നെയിം ഒരു കോമ്പോസിറ്റ് ആട്രിബ്യൂട്ടാണ്. അപ്പോൾ നെയിം കോളം ആഡ് ചെയ്യാൻ പാടില്ല. ഇൻസ്റ്റെഡ് നെയിമിൻ്റെ സിമ്പിൾ ആട്രിബ്യൂട്ട്സ്, അതായത് ഫസ്റ്റ് നെയിം ആൻഡ് ലാസ്റ്റ് നെയിം ആ ടേബിളിൽ ആഡ് ചെയ്യണം. അപ്പോൾ റോൾ നമ്പർ, അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് നെയിം, ദെൻ ലാസ്റ്റ് നെയിം. പിന്നെ അടുത്തുള്ളത് അഡ്രസ്സാണ്. അഡ്രസ്സ് ഒരു കോമ്പോസിറ്റ് ആട്രിബ്യൂട്ടാണ്. അപ്പോൾ അതിനെ റിലേഷനിലോട്ട് എടുക്കാൻ പാടില്ല. ഇൻസ്റ്റെഡ് അതിൻ്റെ സിമ്പിൾ ആട്രിബ്യൂട്ട് സിറ്റി, സ്ട്രീറ്റ് ആൻഡ് ഹൗസ് നമ്പർ എടുത്ത് അവർ റിലേഷനിൽ കൊടുത്താൽ മതി. ഇതാണ് സെക്കൻഡ് കേസ്. ദെൻ തേർഡ് കേസ് വരുന്നത് സ്ട്രോങ് എൻറ്റിറ്റി സെറ്റ് വിത്ത് മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട്സ് ആണ്. മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട് മീനിങ് ഒരു കോളത്തിൽ തന്നെ നമുക്ക് മൾട്ടിപ്പിൾ വാല്യൂസ് കൊടുക്കാൻ പറ്റും. ഒരു സെല്ലിൽ തന്നെ നമുക്ക് മൾട്ടിപ്പിൾ വാല്യൂസ് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ ഫോൺ നമ്പർ ഒരു മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ടാണ്. അപ്പോൾ അങ്ങനെ വരുന്ന എൻറ്റിറ്റി സെറ്റിന് നമുക്ക് രണ്ട് ടേബിളാണ് ആവശ്യം വരുന്നത്. ഇത് സ്ട്രോങ് എൻറ്റിറ്റി സെറ്റാണ്, അപ്പോൾ പ്രൈമറി കീ കാണും. ആൻഡ് മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട്സ് വരുമ്പോൾ നമുക്ക് രണ്ട് റിലേഷനായിട്ട് അതിനെ ഡ്രോ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഫസ്റ്റ് റിലേഷനിൽ നമ്മളുടെ പ്രൈമറി കീ പിന്നെ ബാക്കിയുള്ള സിമ്പിൾ ആട്രിബ്യൂട്ട്സ് കൊടുക്കണം. പിന്നെ സെക്കൻഡ് റിലേഷനിൽ നമ്മളുടെ പ്രൈമറി കീ വിത്ത് അതിൻ്റെ മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട് ഏതാണോ അത് കൊടുക്കണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സ്റ്റുഡൻറ്റിൻ്റെ എൻറ്റിറ്റി സെറ്റാണ് എടുത്തേക്കുന്നത്. അതിൽ റോൾ നമ്പർ ഉണ്ട്, സിറ്റി ഉണ്ട്, മൊബൈൽ നമ്പർ ഉണ്ട്. മൊബൈൽ നമ്പറാണ് മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട്. അപ്പോൾ ഇതിനെ റിലേഷനിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഒരു ടേബിൾ കൊടുക്കണം. ടേബിളിൽ ആദ്യം റോൾ നമ്പർ ആൻഡ് സിറ്റി കൊടുത്തു, റോൾ നമ്പർ ആൻഡ് സിറ്റി കൊടുത്തു. ഇനി അടുത്ത ടേബിൾ എടുക്കുമ്പോൾ അതിൽ റോൾ നമ്പർ ആൻഡ് മൊബൈൽ നമ്പർ കൊടുക്കാം. ഇത് ആക്ച്വലി നമ്മൾ ഫോറിൻ കീ വെച്ചിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. റോൾ നമ്പർ ഫസ്റ്റ് ടേബിളിൻ്റെ പ്രൈമറി കീ ആണ്, ആൻഡ് സെക്കൻഡ് ടേബിൾ വരുമ്പോൾ റോൾ നമ്പർ നമുക്ക് പ്രൈമറി കീ ആയിട്ട് എടുക്കാൻ പറ്റത്തില്ല. ഇതിനെ നമ്മൾ ഫോറിൻ കീ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ബിക്കോസ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റോൾ നമ്പർ ആൻഡ് ഫോൺ നമ്പർ ഉണ്ട്. റോൾ നമ്പർ 1 ഉണ്ടെങ്കിൽ ഇപ്പോൾ രണ്ട് ഫോൺ നമ്പർ ഉണ്ടെന്ന് വെക്കാം. 1 2 3 4 and 5 6 7 8 ഇങ്ങനെ രണ്ട് ഫോൺ നമ്പേഴ്സ് കാണും. പ്രൈമറി കീ ആണെങ്കിൽ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് വരാൻ പാടില്ല, ആൻഡ് ഓരോ സെല്ലും അറ്റോമിക് ആയിരിക്കണം. അപ്പോൾ റോൾ നമ്പർ 1 തന്നെ 2 ടൈംസ് വരും. സോ അതിപ്പോൾ പ്രൈമറി കീ കൺസ്ട്രെയിൻറ്റിനെ
വയലേറ്റ് ചെയ്യും. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ 2 സെപ്പറേറ്റ് ടേബിൾസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ റോൾ നമ്പർ നമ്മൾ ഫോറിൻ കീ ആയിട്ട് കൊടുക്കുമ്പോൾ ഈ ഡ്യൂപ്ലിക്കേറ്റ് അത് പ്രൈമറി കീ റൂൾസിനെ വയലേറ്റ് ചെയ്യത്തില്ല. നെക്സ്റ്റ് ഉള്ള റൂളാണ് ഒരു റിലേഷൻഷിപ്പ് സെറ്റിനെ എങ്ങനെ ടേബിളിലോട്ട് കൺവേർട്ട് ചെയ്യണമെന്ന് നോക്കാം. നമ്മൾ ഇതുവരെ നോക്കിയത് ഒരു റിലേഷൻ മാത്രമാണ്, ഒരു എൻറ്റിറ്റി സെറ്റ് മാത്രമാണ് നമ്മൾ നോക്കിയത്. ഇനി വരുന്നത് റിലേഷൻഷിപ്പ് സെറ്റാണ്. ഇതിൽ 1 or more എൻറ്റിറ്റീസ് കാണും, അതിൻ്റെ ഇടയ്ക്ക് ഒരു റിലേഷൻ കാണും. അപ്പം അങ്ങനെയുള്ള ഡയഗ്രാംസിനെ എങ്ങനെ റിലേഷണൽ മോഡലിലോട്ട് കൺവേർട്ട് ചെയ്യണമെന്ന് നോക്കാം. ഇത് ഫസ്റ്റ് ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇതിലാണെങ്കിൽ 2 എൻറ്റിറ്റി ആണുള്ളത്. എംപ്ലോയി എൻറ്റിറ്റി ഉണ്ട്, ഡിപ്പാർട്ട്മെൻറ്റ് എൻറ്റിറ്റി ഉണ്ട്. എംപ്ലോയി എൻറ്റിറ്റിയിൽ സാലറി, എംപ്ലോയി നമ്പർ ആൻഡ് എംപ്ലോയി നെയിം ഉണ്ട്. അതിൽ എംപ്ലോയി നമ്പറാണ് പ്രൈമറി കീ. ഇനി ഡിപ്പാർട്ട്മെൻറ്റ് എടുക്കുവാണെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഐ ഡി ഉണ്ട് ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് നെയിം ഉണ്ട്. ഇതിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഐ ഡി ആണ് പ്രൈമറി കീ. ഇനി ഈ 2 എൻറ്റിറ്റി എംപ്ലോയി ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ്, ഈ 2 എൻറ്റിറ്റി കണക്ട് ചെയ്യുന്ന ഒരു റിലേഷനാണ് വർക്ക്സ് ഇൻ. എംപ്ലോയി വർക്ക്സ് ഇൻ എനി ഡിപ്പാർട്ട്മെൻറ്റ്, 1 ഡിപ്പാർട്ട്മെൻറ്റ്, അതാണ് ഇതിൽ മീൻ ചെയ്യുന്നത്. ആൻഡ് ഈ വർക്ക്സ് ഇൻ ആ ഒരു റിലേഷന് ഒരു ആട്രിബ്യൂട്ട് ഉണ്ട്, അതാണ് സിൻസ്. ഈ എംപ്ലോയി ഈ വർഷം തൊട്ട് ഓർ ഈ ഒരു ഡേറ്റ് തൊട്ട് ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നു, ഇതാണ് മീൻ ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെ നമുക്കൊരു റിലേഷൻഷിപ്പ് വരുമ്പോൾ നമ്മൾ എൻറ്റിറ്റി സെറ്റ്സിലുള്ള പ്രൈമറി കീ ഏതാണോ അത് ചൂസ് ചെയ്യണം. അപ്പോൾ ഇതിൽ നോക്കുമ്പോൾ ഈ എംപ്ലോയി എൻറ്റിറ്റിയിൽ പ്രൈമറി കീ ആയിട്ട് വരുന്നത് EMP നമ്പറാണ്. അപ്പോൾ EMP നമ്പർ സെലക്ട് ചെയ്യണം. ഇനി ഡിപ്പാർട്ട്മെൻറ്റ് എൻറ്റിറ്റി എടുക്കുമ്പോൾ അതിൽ പ്രൈമറി കീ ആയിട്ട് വരുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് ID ആണ്. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ID എടുത്തു. ഇനി അതിൻ്റെ കൂടെ അതിൻ്റെ റിലേഷന് ഈ രണ്ട് എൻറ്റിറ്റി സെറ്റിനെയും കണക്ട് ചെയ്യുന്ന ആ റിലേഷന് എന്തെങ്കിലും ആട്രിബ്യൂട്ട്സ് ഉണ്ടോ എന്ന് നോക്കണം. ഉണ്ടെങ്കിൽ അതിനെ കൂടെ കൺസിഡർ ചെയ്യണം. ഇത് രണ്ടിനെയും ഇപ്പോൾ കണക്ട് ചെയ്യുന്നത് വർക്ക്സിൻ എന്നൊരു റിലേഷനാണ്. അതിന് സിൻസ് എന്നൊരു ആട്രിബ്യൂട്ട് ഉണ്ട്. അപ്പോൾ നമ്മൾ അതിൽ സിൻസും കൂടി കണക്ട് ചെയ്യണം. അപ്പോൾ സിൻസ്, അപ്പോൾ ഈ 3 ആട്രിബ്യൂട്ട്സ് നമ്മൾ എടുക്കും. ഈ 3 ആട്രിബ്യൂട്ട്സ് മാത്രം എടുത്തിട്ട് ഒരു ടേബിൾ നമ്മൾ ഫോം ചെയ്യും. അപ്പോൾ ഇതാണ് നോർമലി നമ്മൾ ഒരു ഡയഗ്രാം, റിലേഷൻഷിപ്പ് സെറ്റുള്ള ഡയഗ്രത്തിന് റിലേഷൻഷിപ്പ് മോഡലിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഈ ഒരു എക്സാമ്പിൾ ഡയഗ്രത്തിന് നമ്മൾ റിലേഷണൽ മോഡലിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ടേബിളിലാണ് ഇത് 3 കോളംസ് ആണ് ഉള്ളത്: EMP നമ്പർ, ഡിപ്പാർട്ട്മെൻറ്റ് ID ആൻഡ് സിൻസ്. ഇനിയുള്ള കേസാണ് ഫോർ ബൈനറി റിലേഷൻഷിപ്സ് വിത്ത് കാർഡിനാലിറ്റി റേഷ്യോസ്. കാർഡിനാലിറ്റി റേഷ്യോസ് ഉള്ള ബൈനറി റിലേഷൻഷിപ്പ് മീനിങ് 2 എൻറ്റിറ്റി മാത്രം ആ റിലേഷനിൽ വരുന്നതാണ് ബൈനറി റിലേഷൻഷിപ്പ്. അപ്പോൾ ബൈനറി റിലേഷൻഷിപ്പ് വിത്ത് കാർഡിനാലിറ്റി റേഷ്യോസ് വരുന്നത് എങ്ങനെ കൺവേർട്ട് ചെയ്യണമെന്ന് നോക്കാം. ഇതിൽ 4 പോസിബിൾ കേസസ് ആണ് ഉള്ളത്. ഫസ്റ്റ് കേസാണ് മെനി ടു മെനി, M:n റേഷ്യോയിലുള്ളത്. സെക്കൻഡ് വൺ 1:n, തേർഡ് വൺ M:1, മെനി ടു 1, ആൻഡ് ഫോർത്ത് വൺ ഇസ് 1:1. ഫസ്റ്റ് കേസാണ് മെനി ടു മെനി കേസ് ഉള്ളത്. അപ്പോൾ മെനി ടു മെനി ഇങ്ങനെ വരുമ്പോൾ ഇത് നമ്മൾ ബൈനറി റിലേഷൻഷിപ്പാണ് എടുക്കുന്നത്. അപ്പോൾ 2 എൻറ്റിറ്റി സെറ്റ് മാത്രമേ ഇതിൽ കാണത്തുള്ളൂ. അപ്പോൾ ബൈനറി റിലേഷനിൽ മെനി ടു മെനി റിലേഷൻഷിപ്പ് വരുമ്പോൾ എങ്ങനെ ചെയ്യണം, മെനി ടു മെനി കാർഡിനാലിറ്റി വരുമ്പോൾ എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ഇതിൽ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. A ഒരു എൻറ്റിറ്റി സെറ്റാണ്, B ഒരു എൻറ്റിറ്റി സെറ്റാണ്. Aക്ക് A1 ആൻഡ് A2 ആട്രിബ്യൂട്ട്സ് ഉണ്ട്. അതിൽ A1 ആണ് പ്രൈമറി കീ. ആൻഡ് Bക്ക് B1 ആൻഡ് B2 ഉണ്ട്. അതിൽ B1 ആണ് പ്രൈമറി കീ. ആൻഡ് ഇത് രണ്ടിനുള്ള റിലേഷനാണ് R. ഇങ്ങനെ വരുമ്പോൾ മെനി ടു മെനി വരുമ്പോൾ നമുക്ക് 3 ടേബിൾസ് ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഫസ്റ്റ് ടേബിൾ ഫസ്റ്റ് എൻറ്റിറ്റി സെറ്റിനുള്ളതാണ്, എയ്ക്കുള്ളതാണ്. അതിൽ എയിൻ്റെ ആട്രിബ്യൂട്ട്സ് ഒക്കെ കാണും. അപ്പോൾ A ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. ഇതിലിപ്പോൾ എയ്ക്കുള്ളത് A1 ആൻഡ് A2 ആട്രിബ്യൂട്ട്സ് മാത്രമാണ്. അതിൽ A1 പ്രൈമറി. ഇനി അടുത്ത് നമ്മൾ Bക്ക് ക്രിയേറ്റ് ചെയ്യണം. Bക്ക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ Bയിൽ B1 ആൻഡ് B2 എന്ന് 2 ആട്രിബ്യൂട്ട്സ് ആണ് ഉള്ളത്. B1 B2, അതിൽ B1 പ്രൈമറിക്കാണ്. അപ്പോൾ അതിന് വേറൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്തു. ഇനി ഇതിൻ്റെ റിലേഷനുണ്ട്, R എന്ന് പറഞ്ഞ് ഈ 2 എൻറ്റിറ്റി സെറ്റിനെയും കണക്ട് ചെയ്യുന്ന ഒരു റിലേഷനുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. ആ ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ ഫസ്റ്റ് എൻറ്റിറ്റി സെറ്റ് എയിലുള്ള പ്രൈമറി കീയും സെക്കൻഡ് എൻറ്റിറ്റി സെറ്റിലുള്ള പ്രൈമറി കീയും മാത്രം കൺസിഡർ ചെയ്താൽ മതി. ഇപ്പോൾ എയിലുള്ള പ്രൈമറി കീ A1 ആണ്, അപ്പോൾ A1 എടുക്കാം. ആൻഡ് ബിയിലുള്ള പ്രൈമറി കീ B1 ആണ്, അപ്പോൾ B1 എടുക്കാം. ഇതും വെച്ച് വരച്ചാൽ നമുക്ക് റിലേഷൻ Rൻ്റെ ടേബിൾ കിട്ടും. അപ്പോൾ മെനി ടു മെനി ആണെങ്കിൽ നമുക്ക് 3 ടേബിൾസ് ആണ് വേണ്ടത്. ഫസ്റ്റ് സെറ്റിൻ്റെ ടേബിൾ, സെക്കൻഡ് സെറ്റിൻ്റെ ടേബിൾ, ആൻഡ് അതിൻ്റെ റിലേഷന് ഒരു ടേബിൾ വേണം. അത് വരയ്ക്കുമ്പോൾ 2 എൻറ്റിറ്റി സെറ്റിലുള്ള പ്രൈമറി കീസ് മാത്രം വെച്ച് വരച്ചാൽ മതി. ഇനിയുള്ള സെക്കൻഡ് കേസാണ് 1 to many.
വൺ ടു മെനി വരുമ്പോൾ നമുക്ക് 2 ടേബിൾസാണ് ആവശ്യം വരുന്നത്. ഇതിലൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. സെയിം എക്സാമ്പിൾ തന്നെയാണ്. എ ഉണ്ട്, ബി ഉണ്ട്. എക്കുള്ള ആട്രിബ്യൂട്ട്സ് ആണ് A1 A2. A1 ആണ് പ്രൈമറി കീ. ആൻഡ് ബിക്ക് 2 ആട്രിബ്യൂട്ട്സ് ഉണ്ട്, B1 B2. ആൻഡ് അതിൽ B1 ആണ് പ്രൈമറി കീ. ഇനി റിലേഷൻ R ആണ്. ആൻഡ് ഇത് 1 to many ആണ്. ആൻഡ് ഇത് ഇങ്ങനെ 1 to many വരുമ്പോൾ നമുക്ക് 2 ടേബിൾസാണ് വേണ്ടത്. അതിൽ ഫസ്റ്റ് ടേബിൾ വൺ ഏത് സൈഡാണോ ഉള്ളത് അതിന് ഒരു ടേബിൾ സെപ്പറേറ്റ് വേണം. അപ്പോൾ ഇത് ഇപ്പോൾ 1 ഉള്ളത് നമ്മൾ ആരോ മാർക്ക് ഇട്ട് കാണിച്ചിട്ടുണ്ട്. ഇത് ഈ കാർഡിനാലിറ്റീസ് ഒക്കെ എങ്ങനെ മാപ്പ് ചെയ്യണമെന്ന് ഓൾറെഡി ലാസ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് റെഫർ ചെയ്യാം. ആൻഡ് ഇതിൽ 1 വരുന്നത് ഫസ്റ്റ് ടേബിളിനാണ്. എ ആണ് 1 വരുന്നത്. ആൻഡ് മെനി വരുന്നത് ബി സൈഡാണ്. അപ്പോൾ 1 ഏത് സൈഡാണോ വരുന്നത് അതിന് നമ്മൾ സെപ്പറേറ്റ് ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഇതിൽ എക്കാണ് 1 വരുന്നത്. അപ്പോൾ എക്ക് നമ്മളൊരു സെപ്പറേറ്റ് ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. ആൻഡ് എയുടെ ആട്രിബ്യൂട്ട്സ് A1 ആൻഡ് A2 ആണ്. A1 ഇസ് പ്രൈമറി കീ. അപ്പോൾ ആ ഒരു ടേബിൾ സെറ്റാക്കി. ഇനി മെനി വരുന്നതിൽ നമ്മൾ ആ മെനി വരുന്നതിനെയും ആറിനെയും കമ്പൈൻ ചെയ്തിട്ടാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ മെനി വരുന്നത് ബി ടേബിളിലാണ്. ബി ടേബിളിലുള്ള ആട്രിബ്യൂട്ട്സ് ആണ് B1 ആൻഡ് B2. ഇതിൽ B1 പ്രൈമറി കീ ആണ്, അത് സെറ്റ് ചെയ്ത് കൊടുത്തു. ആൻഡ് ഒരു റിലേഷനും കൂടിയുണ്ട്. ആ റിലേഷൻ എ സെറ്റുമായിട്ടാണ് റിലേഷൻ വരുന്നത്. അപ്പോൾ എയിലുള്ള പ്രൈമറി കീ കൂടെ എടുക്കണം. എയിലുള്ള പ്രൈമറി കീ A1 ആണ്. അപ്പോൾ അതും കൂടി എടുത്താൽ മതി. അപ്പോൾ 1 to many ആണെങ്കിൽ 2 റിലേഷൻ വേണം. ഒരു ടേബിളാണെങ്കിൽ 1 സൈഡ് ഏതാണോ, 1 ഏത് എൻറ്റിറ്റിക്കാണോ ഉള്ളത് അതിന് മാത്രം സെപ്പറേറ്റ് ഒരു ടേബിൾ വരയ്ക്കണം. പിന്നെ മെനി സൈഡ് ഏതാണോ ഉള്ളത് ആ ഒരു എൻറ്റിറ്റീനെയും റിലേഷൻഷിപ്പിനെയും കമ്പൈൻ ചെയ്തിട്ട് ഒരു ടേബിൾ വരയ്ക്കണം. കമ്പൈൻ ചെയ്യുമ്പോൾ മെനി സൈഡുള്ള എൻറ്റിറ്റിയുടെ എല്ലാ ആട്രിബ്യൂട്ട്സും വരും. വിത്ത് 1 സൈഡുള്ള ആ ഒരു എൻറ്റിറ്റിയുടെ പ്രൈമറി കീയും വരും. നെക്സ്റ്റ് വൺ ആണ് ബൈനറി റിലേഷൻഷിപ്പ് വിത്ത് കാർഡിനാലിറ്റി മെനി ടു 1. ഇത് മെനി ടു 1 ആണ്. മെനി ടു 1 എന്ന് പറയുമ്പോൾ നമ്മൾ 1 to മെനിയുടെ ജസ്റ്റ് ഓപ്പോസിറ്റ്. ഇതിലും 1 സൈഡ് ഏതാണോ ഉള്ളത് അതിന് സെപ്പറേറ്റ് ടേബിൾ വരയ്ക്കണം. പിന്നെ മെനി സൈഡ് ഉള്ളതിനെ റിലേഷനുമായിട്ട് കമ്പൈൻ ചെയ്യണം. അപ്പോൾ മെനി സൈഡ് ഉള്ള എൻറ്റിറ്റിയുടെ ആട്രിബ്യൂട്ട്സ് എല്ലാം വരും. ആൻഡ് 1 സൈഡുള്ള പ്രൈമറി കീ മാത്രം വരും. ഇപ്പോൾ ഈ എക്സാമ്പിൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ എ മെനി ആണ്. അപ്പോൾ എക്ക് 2 ആട്രിബ്യൂട്ട്സ് ആണ് ഉള്ളത്, A1 A2. അതിൽ A1 പ്രൈമറി കീ ആൻഡ് ബിക്ക് B1 B2 2 ആട്രിബ്യൂട്ട്സ് ഉണ്ട്. B1 ആണ് പ്രൈമറി കീ. ഇതിൽ എ ആണ് മെനി സൈഡ് ഉള്ളത്, 1 സൈഡ് ഉള്ളത് ബി ആണ്. അപ്പോൾ 2 ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ടേബിൾ ബിക്കായിരിക്കും, ബിക്കോസ് ബി ആണ് 1 സൈഡ് ഉള്ളത്. അപ്പോൾ അതിന് B1 ആൻഡ് B2 കാണും. B1 പ്രൈമറി കീ. ഇനി അടുത്ത് നമ്മൾ മെനി സൈഡുള്ള ടേബിളാണ് വരയ്ക്കാൻ പോകുന്നത്. മെനി സൈഡിൽ എ ഉണ്ട്. അപ്പോൾ എയിലുള്ള ആട്രിബ്യൂട്ട്സ് എല്ലാം വരും. എയിൽ A1 ഉണ്ട്, A2 ഉണ്ട്. ആൻഡ് ഈ ടേബിൾ ബിയുമായിട്ടാണ് ഒരു റിലേഷൻ ഫോം ചെയ്യുന്നത്. അപ്പോൾ ബിയിലുള്ള പ്രൈമറി കീ കൂടെ കൊടുക്കണം. ബിയിലുള്ള പ്രൈമറി കീ B1 ആണ്. അപ്പോൾ അതും കൂടി കൊടുക്കണം. ഇങ്ങനെയാണ് 2 ടേബിളിൽ ഫോം ചെയ്യേണ്ടത്. അടുത്ത കേസാണ് കാർഡിനാലിറ്റി റേഷ്യോ 1 to 1 വരുന്നത്. 1 to 1 വരുമ്പോൾ നമുക്ക് 2 വേസിൽ ഇതിനെ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് 1 ഏതെങ്കിലും ഒരു എൻറ്റിറ്റീനെ റിലേഷൻഷിപ്പുമായിട്ട് കമ്പൈൻ ചെയ്യണം. ബാക്കിയുള്ള എൻറ്റിറ്റീനെ സെപ്പറേറ്റ് ആയിട്ട് വയ്ക്കാം. അപ്പോൾ ഈ സെയിം എക്സാമ്പിൾ തന്നെ എടുക്കാം. ഈ സെയിം എക്സാമ്പിളിൽ ഫസ്റ്റ് വേ എന്ന് പറയുന്നത് എയും ഈ റിലേഷനും കമ്പൈൻ ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെ കമ്പൈൻ ചെയ്യുമ്പോൾ എയിലുള്ള എല്ലാ ആട്രിബ്യൂട്ട്സും ആ കോളത്തിൽ വരും. എയിൽ A1 ഉണ്ട്, A2 ഉണ്ട്, അതെല്ലാം വരും. ആൻഡ് ബിയിലുള്ള പ്രൈമറി കീ വരും. ആൻഡ് സെക്കൻഡ് ടേബിൾ ബി മാത്രം സെപ്പറേറ്റ് ഉള്ളത്, B1 B2. ഇങ്ങനെ ഫസ്റ്റ് വേയിൽ നമുക്ക് ചെയ്യാം. സെക്കൻഡ് വേ എന്ന് പറയുന്നത് ബി എൻറ്റിറ്റീനെയും റിലേഷൻഷിപ്പിനെയും കമ്പൈൻ ചെയ്യുന്നതാണ്. ഇത് ബിയിലുള്ളത് B1 B2, പിന്നെ അത് എ ആയിട്ടാണ് റിലേറ്റ് ചെയ്തേക്കുന്നത്. എയിലുള്ള പ്രൈമറിക്ക് A1. അപ്പോൾ ഇത് BR എന്ന് പറഞ്ഞ റിലേഷനാണ്. ഇനി എക്ക് സെപ്പറേറ്റ് ഒരു റിലേഷൻ ക്രിയേറ്റ് ചെയ്യണം, A1 A2 ഇങ്ങനെ. അപ്പോൾ നമുക്ക് 2 വേസിലും ചെയ്യാം. ഏതെങ്കിലും ഒരു എൻറ്റിറ്റീനെ റിലേഷനുമായിട്ട് കമ്പൈൻ ചെയ്താൽ മതി. ദെൻ 6th വൺ ആണ് ബൈനറി റിലേഷൻഷിപ്പ് വിത്ത് ബോത്ത് കാർഡിനാലിറ്റി കൺസ്ട്രെയിൻറ്റ് ആൻഡ് പാർട്ടിസിപ്പേഷൻ കൺസ്ട്രെയിൻറ്റ്സ്. ഈ പാർട്ടിസിപ്പേഷൻ കൺസ്ട്രെയിൻറ്റ്സ് ഒക്കെ എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി വീഡിയോ ഉണ്ട്, അത് റെഫർ ചെയ്യാം. ആൻഡ് പാർട്ടിസിപ്പേഷൻ കൺസ്ട്രെയിൻറ്റ്സ് 2 ടൈപ്പാണുള്ളത്, ടോട്ടൽ പാർട്ടിസിപ്പേഷൻ ആൻഡ് പാർഷ്യൽ പാർട്ടിസിപ്പേഷൻ. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് നമുക്ക് ഇതിനെ ERനെ റിലേഷനിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഉള്ളത് ഒരു എക്സാമ്പിൾ ഉണ്ട്. എ, അതിന് 2 ആട്രിബ്യൂട്ട്സ് ആണ് ഉള്ളത്, A1 A2. ആൻഡ് ബി ഉണ്ട്, B1 B2 ആണ് അതിൻ്റെ ആട്രിബ്യൂട്ട്സ്. ഇതിൻ്റെ കാർഡിനാലിറ്റി റേഷ്യോ 1:n ആണ്. അപ്പോൾ നമുക്ക് കമ്പൈൻ ചെയ്യുമ്പോൾ
രണ്ട് ടേബിളാണ് വരേണ്ടത്. നമ്മൾ ഫസ്റ്റ് ചെയ്തതുപോലെ തന്നെയാണ്. വൺ സൈഡ് ഉള്ളതിന് സെപ്പറേറ്റ് കൊടുക്കണം ആൻഡ് ബാക്കിയുള്ളതിനെ റിലേഷനുമായിട്ട് കമ്പൈൻ ചെയ്ത് എഴുതണം. ആൻഡ് ഇതിൽ ടോട്ടൽ പാർട്ടിസിപ്പേഷനാണ് കൊടുത്തേക്കുന്നത്. ഇങ്ങനെ ഡബിൾ ലൈൻസ് വരുവാണെങ്കിൽ അതിൻ്റെ മീനിങ് ടോട്ടൽ പാർട്ടിസിപ്പേഷനാണ്. 1:n കാർഡിനാലിറ്റി റേഷ്യോ 1:n ആൻഡ് ടോട്ടൽ പാർട്ടിസിപ്പേഷൻ ആണെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് കൊടുത്താൽ മതി. നമ്മൾ ഫോളോ ചെയ്ത റൂൾ നമ്പർ 5 അതുപോലെ തന്നെ ചെയ്താൽ മതി. ദെൻ കേസ് 2 ആണ്. For binary relationship with cardinality constraint and total participation constraint from both sides. ഇപ്പോൾ നോക്കിയത് ഒരു സൈഡിൽ മാത്രമാണ് ടോട്ടൽ പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നത് ഫ്രം ബി. നെക്സ്റ്റ് കേസ് ആണെങ്കിൽ രണ്ട് സൈഡിലും ടോട്ടൽ പാർട്ടിസിപ്പേഷൻ വരും. അതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. രണ്ട് സൈഡിലും ടോട്ടൽ പാർട്ടിസിപ്പേഷൻ വരുമ്പോൾ നമുക്ക് ഒരു ടേബിളാണ് നീഡ് ചെയ്യുന്നത്. ഇഫ് ദർ ഇസ് എ കീ കൺസ്ട്രെയിൻറ്റ് ഫ്രം ബോത്ത് ദ സൈഡ്സ് ഓഫ് ആൻ എൻറ്റിറ്റി സെറ്റ് വിത്ത് ടോട്ടൽ പാർട്ടിസിപ്പേഷൻ then that binary relationship is represented using one single table. അപ്പോൾ ഇതിൽ രണ്ട് എൻറ്റിറ്റി സെറ്റ് ഉണ്ട്, എ ആൻഡ് ബി. അതിനൊരു റിലേഷൻ ഉണ്ട്. സെയിം ലാസ്റ്റ് ടൈം എടുത്ത എക്സാമ്പിളാണ്. ഇതിൽ ടോട്ടൽ പാർട്ടിസിപ്പേഷൻ ഫ്രം ബോത്ത് എൻറ്റിറ്റീസ് ആണ് ഉള്ളത്. അപ്പോൾ ഇങ്ങനെ വരുന്ന കേസിൽ നമുക്ക് ഒരു ടേബിള് മതിയാവും. ആ ടേബിളാണെങ്കിൽ എ ആർ ബി, എ എൻറ്റിറ്റി കാണും, ബി എൻറ്റിറ്റി കാണും ആൻഡ് റിലേഷൻഷിപ്പ് കാണും. ആൻഡ് ഇതിൽ എയിലുള്ളത് A1 A2 ആണ്. A1 ഉണ്ട്, A2 ഉണ്ട്. A1 ആണ് പ്രൈമറി കീ ആൻഡ് ബി സൈഡിൽ B1 ആൻഡ് B2 ഉണ്ട്. B1 ആണ് പ്രൈമറി കീ. നാലും കൂടി ചേർത്ത് വരച്ചാൽ മതി, നമുക്ക് ഇത് സെറ്റാവും. ദെൻ റൂൾ നമ്പർ 7 ഇസ് ഫോർ ബൈനറി റിലേഷൻഷിപ്പ് വിത്ത് വീക്ക് എൻറ്റിറ്റി സെറ്റ്. ഇതാണ് ലാസ്റ്റ് റൂള്. വീക്ക് എൻറ്റിറ്റി സെറ്റ് വരുമ്പോൾ നമുക്ക് എങ്ങനെ വരയ്ക്കാം എന്നുള്ളതാണ് ഇത്. വീക്ക് എൻറ്റിറ്റി സെറ്റിനെ നമ്മൾ ഡബിൾ റെക്റ്റാങ്കിൾ വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ആൻഡ് വീക്ക് റിലേഷനെ നമ്മൾ ഡബിൾ ഡയമണ്ട് വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആൻഡ് ഒരു വീക്ക് എൻറ്റിറ്റി എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ അത് ഒരു പ്രൈമറി കീ ഉള്ള ഒരു സ്ട്രോങ് എൻറ്റിറ്റീനെ ഡിപ്പെൻഡ് ആയിരിക്കണം. വീക്ക് എൻറ്റിറ്റി സെറ്റ് ഓൾവേസ് അപ്പിയേഴ്സ് ഇൻ അസോസിയേഷൻ വിത്ത് ഐഡൻറ്റിഫൈങ് റിലേഷൻഷിപ്പ് വിത്ത് ടോട്ടൽ പാർട്ടിസിപ്പേഷൻ കൺസേൺഡ്. അപ്പോൾ ഇതിൽ വീക്ക് എൻറ്റിറ്റി ബി ആണ്, അത് എ ആണ് അതിൻ്റെ ഐഡൻറ്റിഫൈയിങ് റിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്ന കേസിൽ വീക്ക് എൻറ്റിറ്റി സെറ്റ് വരുന്ന കേസിൽ നമുക്ക് 2 റിലേഷൻസ് ആണ് ആവശ്യം വരുന്നത്. ഫസ്റ്റ് വൺ സ്ട്രോങ് എൻറ്റിറ്റി സെറ്റിന് അതിലുള്ള ആട്രിബ്യൂട്ട്സ് ഒക്കെ വെച്ചിട്ട് ഒരു ടേബിൾ വരയ്ക്കാം. അപ്പോൾ ഇതിൽ സ്ട്രോങ് എൻറ്റിറ്റി സെറ്റ് എന്ന് പറയുന്നത് ഈ എ ആണ്. അപ്പോൾ എന് A1 ആട്രിബ്യൂട്ട് ഉണ്ട്, A2 ഉണ്ട്. A1 ഇസ് പ്രൈമറി കീ, അത് വരയ്ക്കാം. ഇനി സെക്കൻഡ് ടേബിൾ വരയ്ക്കണം. സെക്കൻഡ് ടേബിൾ ഈ ബി ആട്രിബ്യൂട്ട് വീക്ക് എൻറ്റിറ്റീനെയും റിലേഷൻഷിപ്പിനെയും കമ്പൈൻ ചെയ്തിട്ട് വരയ്ക്കുന്നതാണ്. അപ്പോൾ വീക്ക് എൻറ്റിറ്റിയിൽ നമുക്ക് B1 ഉണ്ട്, B2 ഉണ്ട് ആൻഡ് അതിൻ്റെ റിലേഷൻ ഇത് റിലേറ്റ് ചെയ്തേക്കുന്നത് സെറ്റ് എ വെച്ചിട്ടാണ്. അപ്പോൾ എയിലുള്ള പ്രൈമറി കീ കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ ബിയിലുള്ള ആട്രിബ്യൂട്ട്സ് B1 ഉണ്ട്, B2 ഉണ്ട്, പിന്നെ എയിലുള്ള പ്രൈമറി കീ A1 ആണ്. എത്രയും വരച്ചാൽ മതി, നമുക്ക് വീക്ക് എൻറ്റിറ്റി സെറ്റുള്ള ER ഡയഗ്രാമിനെ റിലേഷണൽ മോഡലിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഈ മോഡ്യൂളിൽ വരുന്ന ഫൈനൽ ടോപ്പിക്കാണ് എക്സ്റ്റെൻഡഡ് ER ഫീച്ചേഴ്സ്. ഇതിൽ സ്പെഷ്യലൈസേഷൻ, ജനറലൈസേഷൻ, ആട്രിബ്യൂട്ട് ഇൻഹെറിറ്റൻസ് ആൻഡ് കൺസ്ട്രെയിൻസ് ആണ് വരുന്നത്. ഈ കോൺസെപ്റ്റ്സ് ജനറലൈസേഷൻ, സ്പെഷ്യലൈസേഷൻ ആൻഡ് അഗ്രിഗേഷൻ ഇതെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ER മോഡലിൻ്റെ കോംപ്ലക്സിറ്റി റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ലാർജ് ഡേറ്റാബേസിലുള്ള കോംപ്ലക്സിറ്റി റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ എക്സ്റ്റെൻഡഡ് ഫീച്ചേഴ്സൊക്കെ കൊണ്ടുവരുന്നത്. ആൻഡ് ഡേറ്റ അബ്സ്ട്രാക്ഷൻ, ദീസ് കോൺസെപ്റ്റ്സ് ഹെൽപ്പ് ഇൻ ഡേറ്റ അബ്സ്ട്രാക്ഷൻ ബൈ സിംപ്ലിഫൈങ് റിലേഷൻഷിപ്സ് ആൻഡ് എൻറ്റിറ്റി ഹൈറാർക്കീസ്. ഫസ്റ്റ് ഉള്ളതാണ് സ്പെഷ്യലൈസേഷൻ. സ്പെഷ്യലൈസേഷൻ ഇസ് ദ പ്രോസസ് ഓഫ് ഡിവൈഡിങ് ആൻ എൻറ്റിറ്റി സെറ്റ് ഇൻ ടു ഡിസ്റ്റിങ് സബ് ഗ്രൂപ്പ്സ് ബേസ്ഡ് ഓൺ യൂണീക്ക് ആട്രിബ്യൂട്ട്സ്. നമ്മൾ ഒരു എൻറ്റിറ്റി സെറ്റിനെ തന്നെ ഡിഫറെൻറ്റ് സബ് ഗ്രൂപ്പ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് സ്പെഷ്യലൈസേഷൻ. ഇറ്റ് ഹെൽപ്സ് ഡിസ്റ്റിങ്വിഷ് എൻറ്റിറ്റീസ് ദാറ്റ് ഷെയർ കോമൺ ആട്രിബ്യൂട്ട്സ് ബട്ട് ഹാവ് അഡീഷണൽ സ്പെഷ്യലൈസ്ഡ് ആട്രിബ്യൂട്ട്സ്. നമ്മൾ ഈ സ്പെഷ്യലൈസേഷൻ ER ഡയഗ്രാമിൽ ISA റിലേഷൻഷിപ്പ് വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നോർമലി പ്രോഗ്രാമിങ്ങിലൊക്കെ ഇൻഹെറിറ്റൻസ് പഠിക്കുന്ന പോലെയാണ്. ഒരു ക്ലാസ് കാണും, അതിൻ്റെ പ്രോപ്പർട്ടീസ് ആൻഡ് ക്യാരക്ടേഴ്സൊക്കെ സബ് ഗ്രൂപ്പ്സ് ഇൻഹെറിറ്റ് ചെയ്ത് എടുക്കും. സെയിം കോൺസെപ്റ്റാണ് സ്പെഷ്യലൈസേഷനിലും. ഇതിൽ ഒരു എൻറ്റിറ്റി സെറ്റ് കാണും, അതിനെ തന്നെ നമ്മൾ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചേക്കും. ആൻഡ് ഇതിനെ ISA റിലേഷൻഷിപ്പ് ആ ഒരു ഹോളോ ആരോ ഹെഡ് വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ഓവർലാപ്പിംഗ് സ്പെഷ്യലൈസേഷൻ ആൻഡ് ഡിസ്ജോയിൻറ്റ് സ്പെഷ്യലൈസേഷൻ, ഇങ്ങനെ 2 ടൈപ്സ് ആണുള്ളത്. ഓവർലാപ്പിംഗ് സ്പെഷ്യലൈസേഷൻ, ആൻ എൻറ്റിറ്റി ക്യാൻ ബിലോങ് ടു മൾട്ടിപ്പിൾ സബ് ഗ്രൂപ്പ്സ്. എക്സാമ്പിൾ, എ പേഴ്സൺ ക്യാൻ ബി ബോത്ത് ആൻ എംപ്ലോയി ആൻഡ് എ സ്റ്റുഡൻറ്റ്. ഇപ്പോൾ ഓവർലാപ്പിംഗ് സ്പെഷ്യലൈസേഷൻ പറയുന്നത് ഒരു എൻറ്റിറ്റി തന്നെ മൾട്ടിപ്പിൾ സബ് ഗ്രൂപ്പ്സിൽ ബിലോങ് ചെയ്യുന്നതാണ്. ഇപ്പോൾ പേഴ്സൺ എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റി സെറ്റിനെ നമുക്ക് എംപ്ലോയി ആയിട്ടും ഡിവൈഡ് ചെയ്യാം,
ഫാക്കൾട്ടി ഓർ സ്റ്റുഡൻസ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇതിൽ പേഴ്സൺ എന്ന് പറഞ്ഞ ഒരു എൻറ്റിറ്റിയാണ്. അതിനെ ഇപ്പോൾ ഞാൻ സ്റ്റുഡൻ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു ആൻഡ് എംപ്ലോയി ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഒരു സ്റ്റുഡൻറ്റ് തന്നെ പഠിച്ചുകൊണ്ട് തന്നെ എന്തെങ്കിലും കമ്പനീസിൽ വർക്ക് ചെയ്യാം. അപ്പോൾ സ്റ്റുഡൻറ്റിൻ്റെ ഡേറ്റ ഈ സ്റ്റുഡൻറ്റ് എൻറ്റിറ്റിയിലും കാണും, എംപ്ലോയി എൻറ്റിറ്റിയിലും സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് കാണും. ഇതാണ് ഓവർലാപ്പിംഗ്. ഇനിയുള്ളത് ഡിസ്ജോയിൻറ്റ് സ്പെഷ്യലൈസേഷൻ. ഡിസ്ജോയിൻറ്റ് സ്പെഷ്യലൈസേഷൻ ഇതിലാണെങ്കിൽ കോമൺ ഗ്രൂപ്പ്സിൽ കാണത്തില്ല. ആൻ എൻറ്റിറ്റി ബിലോങ്സ് ടു ഓൺലി വൺ സ്പെഷ്യലൈസ്ഡ് സബ് ഗ്രൂപ്പ്. ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ പേഴ്സൺ എൻറ്റിറ്റി ഉണ്ട്. അതിനെ രണ്ടായിട്ട് സ്റ്റുഡൻ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ആൻഡ് ഓൾസോ എംപ്ലോയി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ സ്റ്റുഡൻറ്റ് മാത്രമാണ് ഒരു വർക്കും ചെയ്യുന്നില്ല എങ്കിൽ സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ഈ സ്റ്റുഡൻറ്റ് എൻറ്റിറ്റിയിൽ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. സെയിം കേസ് എംപ്ലോയി ഇപ്പോൾ വർക്ക് മാത്രമാണ് ചെയ്യുന്നത്, പഠിക്കുന്നില്ല എങ്കിൽ എംപ്ലോയിയുടെ ഡീറ്റെയിൽസ് സ്റ്റുഡൻറ്റ് ടേബിളിൽ കാണാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു എൻറ്റിറ്റിയുടെ ഡീറ്റെയിൽസ് ഒരു സ്പെസിഫിക് ഗ്രൂപ്പിൽ മാത്രമാണ് ഉള്ളത് എങ്കിൽ അത് ഡിസ്ജോയിൻറ്റ് സ്പെഷ്യലൈസേഷനാണ്. ഇനിയുള്ളതാണ് ജനറലൈസേഷൻ. ജനറലൈസേഷൻ നമ്മൾ പറഞ്ഞ സ്പെഷ്യലൈസേഷൻ്റെ ഓപ്പോസിറ്റാണ്. ജനറലൈസേഷനിൽ നമ്മൾ ഡിഫറെൻറ്റ് എൻറ്റിറ്റി സെറ്റ്സിനെ മെർജ് ചെയ്ത് ഹയർ ലെവലിലോട്ട് കൊണ്ടുപോകും. ഇതൊരു ബോട്ടം അപ്പ് അപ്രോച്ചാണ് ആൻഡ് സ്പെഷ്യലൈസേഷൻ ടോപ്പ് ഡൗൺ അപ്രോച്ച്. ഇത് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് സെയിം ISA റിലേഷൻ വെച്ചിട്ടാണ് ഇതിനെയും റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇതിൽ സൂപ്പർ ക്ലാസ് എന്ന് പറയുന്നത് ഹയർ ലെവൽ എൻറ്റിറ്റി സെറ്റാണ് ആൻഡ് സബ് ക്ലാസ് എന്ന് പറയുന്നത് ലോവർ ലെവൽ എൻറ്റിറ്റി സെറ്റാണ്. ഈ ലോവർ ലെവൽ എൻറ്റിറ്റി സെറ്റെല്ലാം നമ്മൾ കമ്പൈൻ ചെയ്തിട്ട് ഒരു ഹയർ ലെവൽ എൻറ്റിറ്റി സെറ്റ് ഫോം ചെയ്യും. ഫോർ എക്സാമ്പിൾ ഈ എംപ്ലോയീസിനെയും സ്റ്റുഡൻസിനെയും കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് പീപ്പിൾ ഓർ പേഴ്സൺ എന്ന് പറഞ്ഞ ഒരു ടേബിൾ ഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ജനറലൈസേഷൻ, ബോട്ടം അപ്പ് അപ്രോച്ച്. ചെറിയ ചെറിയ സബ് ഗ്രൂപ്പ്സൊക്കെ കമ്പൈൻ ചെയ്തിട്ട് ഒരു ഹയർ ലെവൽ ക്ലാസ് ഉണ്ടാക്കുന്നതാണ് ജനറലൈസേഷൻ. നെക്സ്റ്റ് ഉള്ളത് ആട്രിബ്യൂട്ട് ഇൻഹെറിറ്റൻസ് ആണ്. ആട്രിബ്യൂട്ട് ഇൻഹെറിറ്റൻസ് ഇസ് നത്തിങ് ബട്ട് ലോവർ ലെവൽ എൻറ്റിറ്റീസ് അതിൻ്റെ ഹയർ ലെവൽ എൻറ്റിറ്റീസിൻ്റെ പ്രോപ്പർട്ടീസ് ഒരു ആട്രിബ്യൂട്ട്സിനെ ഇൻഹെറിറ്റ് ചെയ്ത് എടുക്കും. അതാണ് ആട്രിബ്യൂട്ട് ഇൻഹെറിറ്റൻസ്. ഫോർ എക്സാമ്പിൾ സ്റ്റുഡൻറ്റ് ആൻഡ് എംപ്ലോയി ഇവരൊക്കെ പേഴ്സൺ ടേബിളിലുള്ള ആട്രിബ്യൂട്ട്സ് ലൈക്ക് നെയിം, അഡ്രസ്സൊക്കെ ഇൻഹെറിറ്റ് ചെയ്ത് എടുക്കും. ഇതാണ് ആട്രിബ്യൂട്ട് ഇൻഹെറിറ്റൻസ്. ഇനിയുള്ളതാണ് കൺസ്ട്രെയിൻസ് ഓൺ ജനറലൈസേഷൻ. ഈ ജനറലൈസേഷന് കുറച്ച് കൺസ്ട്രെയിൻസ് ഉണ്ട്. അത് മെമ്പർഷിപ്പ് കൺസ്ട്രെയിൻസ്, ഡിസ്ജോയിൻറ്റ്ലെസ് കൺസ്ട്രെയിൻസ് ആൻഡ് കംപ്ലീറ്റ്നെസ് കൺസ്ട്രെയിൻസ്. ഫസ്റ്റ് വൺ മെമ്പർഷിപ്പ് കൺസ്ട്രെയിൻസ് ആണ്. ഇത് രണ്ട് ടൈപ്പാണ് ഉള്ളത്. കണ്ടീഷൻ ഡിഫൈൻഡ് ഉണ്ട്, യൂസർ ഡിഫൈൻഡ് ഉണ്ട്. കണ്ടീഷൻ ഡിഫൈൻഡ് ആണെങ്കിൽ അതിൽ ഓരോ കണ്ടീഷൻസ് എക്സ്പ്ലിസിറ്റ്ലി നമ്മൾ കൊടുക്കും ആൻഡ് അത് മാച്ച് ആവുന്ന സെറ്റ് ഏതാണോ അതിലായിരിക്കും ഡീറ്റെയിൽസ് പോകുന്നത്, എൻറ്റിറ്റിയുടെ ഡീറ്റെയിൽസ് പോകുന്നത്. യൂസർ ഡിഫൈൻഡ് ആണെങ്കിൽ നമ്മളുടെ ഡേറ്റാബേസ് യൂസർ മാനുവലി അസൈൻ ചെയ്ത് കൊടുക്കും. ഇത് കണ്ടീഷൻ ബേസ്ഡ് എക്സാമ്പിൾ ആണ്. ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റിൻ്റെ എൻറ്റിറ്റി സെറ്റ് ഉണ്ട്. അതിൽ സ്റ്റുഡൻറ്റ് ടൈപ്പ് ഗ്രാജുവേറ്റും കാണും, അണ്ടർ ഗ്രാജുവേറ്റും കാണും. സ്റ്റുഡൻറ്റ് ടൈപ്പ് ഈക്വൽ ടു ഗ്രാജുവേറ്റ് ആണെങ്കിൽ ആ സ്റ്റുഡൻറ്റ് ബിലോങ് ടു ഗ്രാജുവേറ്റ് സ്റ്റുഡൻ്റ് ആണ്. ഇപ്പോൾ അണ്ടർ ഗ്രാജുവേറ്റ് ആണെങ്കിൽ ആ ഒരു എൻറ്റിറ്റി അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻറ്റിനെ ബിലോങ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് കണ്ടീഷൻ ബേസ്ഡ് വർക്ക് ആവുന്നത്. ആൻഡ് യൂസർ ഡിഫൈൻഡ് ആണെങ്കിൽ ഡേറ്റാബേസ് യൂസർ മാനുവലി എൻ്റർ ചെയ്ത് കൊടുക്കും. ഇനിയുള്ളത് ഡിസ്ജോയിൻറ്റ് കൺസ്ട്രെയിൻസ് ആണ്. ഡിസ്ജോയിൻറ്റ് കൺസ്ട്രെയിൻസിൽ രണ്ടെണ്ണം ഉണ്ട്. ഡിസ്ജോയിൻറ്റിൻ്റെയും കണ്ടീഷൻസ് ഉണ്ട്, ഓവർലാപ്പിംഗ് ഉണ്ട്. ഡിസ്ജോയിൻറ്റ് മീനിങ് ഒരു എൻറ്റിറ്റി ഒരു ലോവർ ലെവൽ എൻറ്റിറ്റി സെറ്റിൽ മാത്രമേ ബിലോങ് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സ്റ്റുഡൻറ്റ് എടുക്കുകയാണെങ്കിൽ സ്റ്റുഡൻറ്റിനെ തന്നെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. സ്റ്റുഡൻറ്റ് എൻറ്റിറ്റി സെറ്റ് ഉണ്ടെങ്കിൽ അതിനെ തന്നെ രണ്ടായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് അണ്ടർ ഗ്രാജുവേറ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം ആൻഡ് വേറെ ഒന്ന് ഗ്രാജുവേറ്റ് ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് അണ്ടർ ഗ്രാജുവേറ്റ് ആണെങ്കിൽ ആ സ്റ്റുഡൻറ്റിന് ഈ ഗ്രാജുവേറ്റ് എൻറ്റിറ്റി ടേബിളിലോട്ട് പോകാൻ പറ്റത്തില്ല. ആൻഡ് ഗ്രാജുവേറ്റ് ആണെങ്കിൽ ആ സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് അണ്ടർ ഗ്രാജുവേറ്റ് ടേബിളിലോട്ട് വരാൻ പാടില്ല. അതാണ് ഡിസ്ജോയിൻറ്റ് സെറ്റ്സ്. ഒരു എൻറ്റിറ്റി ഒരു ലോവർ ലെവൽ എൻറ്റിറ്റി സെറ്റോട് മാത്രമേ ബിലോങ് ചെയ്യാൻ പാടുള്ളൂ. ഇനിയുള്ളത് ഓവർലാപ്പിംഗ് ആണ്. ഓവർലാപ്പിംഗ് ഇസ് ആൻ എൻറ്റിറ്റി മേ ബിലോങ് ടു മോർ ദാൻ വൺ ലോവർ എൻറ്റിറ്റി സെറ്റ്. മോർ ദാൻ വൺ ലോവർ എൻറ്റിറ്റി സെറ്റിൽ ബിലോങ് ചെയ്യുകയാണെങ്കിൽ അത് ഓവർലാപ്പിംഗ് ആണ്. ഇനിയുള്ളത് കംപ്ലീറ്റ്നെസ് കൺസ്ട്രെയിൻസ്. ഇറ്റ് ഡിഫൈൻസ് വെദർ ആൻ എൻറ്റിറ്റി ഇൻ എ ഹയർ ലെവൽ എൻറ്റിറ്റി സെറ്റ് മസ്റ്റ് ബിലോങ് ടു അറ്റ്ലീസ്റ്റ് വൺ ലോവർ എൻറ്റിറ്റി സെറ്റ്. ഈ കംപ്ലീറ്റ്നെസ് കൺസ്ട്രെയിൻസ് രണ്ട് ടൈപ്പാണ് ഉള്ളത്. ഇത് ഡിഫൈൻ ചെയ്യുന്നത് ഒരു ഹയർ ലെവൽ എൻറ്റിറ്റി സെറ്റിലുള്ള എൻറ്റിറ്റി അറ്റ്ലീസ്റ്റ് ഒരു ലോവർ ലെവൽ എൻറ്റിറ്റി സെറ്റിലെങ്കിലും ബിലോങ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കംപ്ലീറ്റ്നെസ് കൺസ്ട്രെയിൻസ് യൂസ് ചെയ്യുന്നത്. ഇത് രണ്ട് ടൈപ്പാണ് ഉള്ളത്. ടോട്ടൽ ജനറലൈസേഷൻ ഓർ സ്പെഷ്യലൈസേഷൻ, പിന്നെ ഉള്ളത് പാർഷ്യൽ ജനറലൈസേഷൻ ഓർ സ്പെഷ്യലൈസേഷൻ ആണ്.
ഈ ടോട്ടൽ ജനറലൈസേഷൻ എന്ന് പറയുമ്പോൾ എവറി എൻറ്റിറ്റി ഇൻ ദ ഹയർ ലെവൽ സെറ്റ്, ഹയർ ലെവലിലുള്ള എല്ലാ എൻറ്റിറ്റി സെറ്റും ലോവർ ലെവലിലുള്ള എൻറ്റിറ്റി സെറ്റുമായിട്ട് അറ്റ്ലീസ്റ്റ് ഒരു കണക്ഷൻ എങ്കിലും വേണം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സ്റ്റുഡൻ്റ് ഉണ്ട്, സ്റ്റുഡൻറ്റിൻ്റെ എക്സാമ്പിൾ തന്നെ എടുക്കാം. സ്റ്റുഡൻ്റ് ഉണ്ട്, സ്റ്റുഡൻറ്റിനെ നമ്മൾ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്, അണ്ടർ ഗ്രാജുവേറ്റ് ആൻഡ് ഗ്രാജുവേറ്റ്, ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ സ്റ്റുഡൻറ്റ് ടേബിളിൽ ഒരു സ്റ്റുഡൻറ്റ് ഉണ്ടെങ്കിൽ ആ സ്റ്റുഡൻറ്റ് എയ്തർ അണ്ടർ ഗ്രാജുവേറ്റ് ആയിരിക്കാം ഓർ ഗ്രാജുവേറ്റ് ആയിരിക്കാം. അപ്പോൾ ഈ സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന ഹയർ ലെവൽ എൻറ്റിറ്റി സെറ്റാണ് ഈ സ്റ്റുഡൻറ്റ്. അപ്പോൾ ഇതിലുള്ള എൻറ്റിറ്റി ഈ ലോവർ ലെവൽ എൻറ്റിറ്റിയിലുള്ള ഏതെങ്കിലും ഒരു എൻറ്റിറ്റി സെറ്റിൽ മസ്റ്റായിട്ട് ബിലോങ് ചെയ്തിരിക്കണം. അതാണ് ടോട്ടൽ ജനറലൈസേഷൻ ഓർ സ്പെഷ്യലൈസേഷൻ. ഇനി പാർഷ്യൽ ജനറലൈസേഷൻ ഓർ സ്പെഷ്യലൈസേഷൻ എന്ന് പറയുമ്പോൾ ഈ ഹയർ ലെവൽ എൻറ്റിറ്റീസിലുള്ള ഹയർ ലെവൽ എൻറ്റിറ്റി സെറ്റിലുള്ള എൻറ്റിറ്റീസ് മേ നോട്ട് ബിലോങ് ടു എനി ലോവർ എൻറ്റിറ്റി സെറ്റ്. ഈ ലോവർ എൻറ്റിറ്റി സെറ്റിൽ ബിലോങ് ആവാത്ത എൻറ്റിറ്റീസും കാണാം. അതാണ് പാർഷ്യൽ ജനറലൈസേഷൻ ഓർ സ്പെഷ്യലൈസേഷൻ. ഫോർ എക്സാമ്പിൾ, employees are assigned to work teams only after 3 months. So new employees may not belong to any team initially. ഇപ്പോൾ ഒരു എംപ്ലോയി ടേബിൾ എടുക്കാം. എംപ്ലോയി ടേബിൾ എടുക്കുകയാണെങ്കിൽ ആ എംപ്ലോയീസിനെ തന്നെ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ HR, ഡെവലപ്പർ, ടെസ്റ്റർ, ഇങ്ങനെ ഡിഫറെൻറ്റ് ടീംസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഒരു എംപ്ലോയി ഇപ്പോൾ ഒരു കമ്പനി എടുക്കുകയാണെങ്കിൽ അതിലിങ്ങനെ വയ്ക്കാം, ഒരു എംപ്ലോയി ജോയിൻ ചെയ്ത് 3 months കഴിഞ്ഞാലേ ആ എംപ്ലോയിനെ ഒരു ടീമിലോട്ട് വിടത്തുള്ളൂ. അങ്ങനെയുള്ള കേസിൽ ഈ ഹയർ ലെവലിൽ എംപ്ലോയി എന്ന സെറ്റിലുള്ള ഒരു എംപ്ലോയി ഈ താഴെയുള്ള ലോവർ എൻറ്റിറ്റി സെറ്റിലുള്ള ഒരു സെറ്റിലും ബിലോങ് ചെയ്യത്തില്ല ഫോർ 3 months. അപ്പോൾ അങ്ങനത്തെ കേസസും വരാം. അതാണ് പാർഷ്യൽ ജനറലൈസേഷൻ ഓർ സ്പെഷ്യലൈസേഷൻ. നമ്മൾ ടോട്ടൽ ജനറലൈസേഷനെ ഡയഗ്രാമിൽ ഒരു കീവേഡ് ടോട്ടൽ എന്നൊരു കീവേഡ് വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ആൻഡ് കണക്റ്റിംഗ് ഇറ്റ് വിത്ത് എ ഡാഷ്ഡ് ലൈൻ ടു ദ കറസ്പോണ്ടിങ് ആരോ ഹെഡ്. നെക്സ്റ്റ് വൺ അഗ്രിഗേഷൻ ആണ്. ഇത് നമ്മൾ ഒരു റിലേഷനെ നമ്മൾ എൻറ്റിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അഗ്രിഗേഷൻ്റെ കോൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഹാപ്പൻസ് വെൻ എ റിലേഷൻഷിപ്പ് ഇൻവോൾവ്സ് ആട്രിബ്യൂട്ട്സ് ദാറ്റ് നീഡ് ടു ബി സ്റ്റോർഡ്. നമ്മൾ ഈ ER2 റിലേഷണൽ മാപ്പിംഗ് നോക്കിയപ്പോൾ ആ റിലേഷനിൽ തന്നെ കുറച്ച് ആട്രിബ്യൂട്ട്സ് വന്നില്ലേ, അങ്ങനെ ഒരു റിലേഷനിൽ തന്നെ ആട്രിബ്യൂട്ട്സ് വരുവാണെങ്കിൽ ആൻഡ് ആ ആട്രിബ്യൂട്ട്സ് നമ്മൾ സ്റ്റോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ അഗ്രിഗേഷൻ്റെ കോൺസെപ്റ്റ് യൂസ് ചെയ്യാം. ആൻഡ് ദ റിലേഷൻഷിപ്പ് നീഡ്സ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ അനദർ റിലേഷൻഷിപ്പ്. ഒരു റിലേഷൻ വേറെ റിലേഷൻഷിപ്പിൽ ഇൻവോൾവ് ആവണമെങ്കിൽ നമ്മൾ ഈ അഗ്രിഗേഷൻ്റെ കോൺസെപ്റ്റ് യൂസ് ചെയ്യും. ഇത് അഗ്രിഗേഷൻ ചെറിയ ടോപ്പിക്കാണ് ആൻഡ് ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ഇതിൽ വേറെ കൂടുതലായിട്ട് ചോദിക്കുന്നുണ്ടെങ്കിൽ അത് പറഞ്ഞു തരാം. ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് മോഡ്യൂൾ ഓവർ. ഇനി അടുത്ത വീഡിയോയിൽ ഇതിലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. താങ്ക്